തിങ്കൾ തിരയേറി വണ്ണപ്പൂവിൽ തേടി തേടി തിങ്കൾ കൈമാറും മോഹങ്ങളെ എന്നും നിന്നെ കൺകോണിൽ നിന്നും കൊണ്ട കാത്തോളം എന്നും എന്നാരെന്തേ പോകുന്നു. ഹലോ എവ്രിവൺ, അപ്പോൾ ഇതെൻ്റെ മലപ്പുറത്തുള്ള ലാസ്റ്റ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും, ഞാൻ കല്യാണം പ്രമാണിച്ചിപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് മലപ്പുറത്തായിരുന്നു. അപ്പം ഇപ്പം ഇതിലെൻ്റെ ലാസ്റ്റ് വ്ളോഗാണ്. ഇപ്പം ഞാൻ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും കൂടെയാണ് കേട്ടോ, അവരുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചേട്ടൻ ഇവിടെ ഇല്ല. അപ്പം അങ്ങനെ ഞാനും അമ്മയും അച്ഛനും അനിയത്തിയും അവിടെയാണ്. അപ്പം ഞങ്ങൾ ഒരു ഇവിടെ നിന്നിട്ട് ഇന്ന് ഈവനിങ് ആണ് ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് പോകുന്നത്. അവിടുത്തെ സ്ഥലവും ആംബിയൻസും ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ, നല്ല രസമാണ്. ഒരുപാട് പൂക്കളും ചെടി. അപ്പോൾ അമ്മൂമ്മയ്ക്കായാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെടിയും പൂക്കളും. പിന്നെ അവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. ഒരുപാട് മാങ്ങ, ചക്ക, പിന്നെ പയർ, കോവയ്ക്ക, പിന്നെ മൈലാഞ്ചി, പിന്നെ അങ്ങനെ ഒരുപാട് സ്ഥാനങ്ങൾ, മുളകും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഞാൻ പുറത്തു പോയൊരു കറക്കമൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ അനിയത്തി ഫുഡ് കഴിക്കുമായിരുന്നു. അപ്പം പുറത്തൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇതേപോലെ ചിക്കനും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ചിക്കൻ പെരട്ട് വെക്കാമെന്നുള്ളത്. കാരണം ബാക്കി അവർക്കും കുറേ പണിയൊക്കെ ഉണ്ടായിരുന്നു ചക്കയൊക്കെ വെക്കാനായിട്ട്. അങ്ങനെ അത് വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്ന് തന്നെ മാങ്ങ പറിച്ച് ഞങ്ങൾ കഴിക്കാനായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള അടിപൊളി മാങ്ങയാണ്. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഈവനിങ് ഞങ്ങൾക്ക് പോകണം. അപ്പോൾ ഞാൻ അച്ഛനോട് പറയണം, ഈ ഷർട്ട് നല്ല രസമുണ്ട്, ചേട്ടൻ്റെ ഒരു ടീഷർട്ടാണ്, അപ്പോൾ മാം അത് കൊള്ളാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ. മാങ്ങ ഒരു രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റ്. അങ്ങനെ ഉച്ചത്തെ പരിപാടികളൊക്കെ ആയിട്ട് ഞങ്ങൾ ചോറ് കഴിക്കാനായിട്ട് പോയിട്ടോ. ചോറും പിന്നെ ഒരു ഉണക്കനെത്തോലീൻ്റെ ഒരു കറിയും, പിന്നെ പയറ് മെഴുക്ക് വരട്ടി, പപ്പടം, അച്ചാർ, പിന്നെ ചക്ക, ചിക്കൻ, അങ്ങനെ അടിപൊളിയായിട്ട് കഴിച്ചൊക്കെ ഇറങ്ങിയിട്ട് അച്ഛനും അമ്മയും കൂടെ ഒന്ന് പുറത്തു പോയിട്ട് അവർക്ക് എന്തോ മേടിക്കണമായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇറങ്ങിയിട്ട് പുറത്തോട്ട് പോവുകയാണ്. അപ്പോഴത്തേക്ക് ഇവിടെ എല്ലാവരും ഒന്ന് ഉറങ്ങുന്ന ടൈമാണ്. അപ്പം ഞാനും എൻ്റെ അനിയത്തിയും അങ്ങനെ ഉച്ചയ്ക്ക് ഉറങ്ങാറില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ചുമ്മാ പുറത്തൊക്കെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. കാരണം കുറേ കാണാനായിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ അച്ഛനും അമ്മയും ഒന്ന് പുറത്ത് അങ്ങാടി വരെയൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ അപ്പുറത്ത് ഒരു വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. നല്ല രസമാണ് ഇങ്ങനെ നടന്നൊക്കെ പോകാനായിട്ട്. അത് തന്നെയാണ് ഭയങ്കര, ഞാൻ കുറച്ച് നാളായിട്ടോ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയും ഞങ്ങൾ കുറേ നടന്നിങ്ങനെ പുറത്തോട്ടൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ പറഞ്ഞ മൈലാഞ്ചി മരത്തിൽ നിന്ന് മൈലാഞ്ചിയൊക്കെ പറിക്കുകയാണ് കേട്ടോ, തലയിലും കയ്യിലൊക്കെ തേക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം എടുത്ത് അതൊക്കെ ഒന്ന് പറിച്ച് വെച്ചിട്ട് നേരെ മൈലാഞ്ചി അരച്ച് കയ്യിലിടുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കയ്യിൽ മൈലാഞ്ചി ഇടുന്നുണ്ട്. നല്ല കളറുമാണ്, ഭയങ്കര നാച്ചുറൽ കളറായിട്ടുള്ള ഒരു മൈലാഞ്ചിയാണ്. അങ്ങനെ അവരെല്ലാവരും വെക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും 2 കയ്യിലൊക്കെ വെച്ചു, ഞാനാകെ ഒരു കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്കും അമ്മൂമ്മ ബാക്കിയുള്ളത് എൻ്റെ തലയിൽ തേച്ച് തരാമെന്ന് പറഞ്ഞു. നല്ലതല്ലേ, എണ്ണ തേക്കുമ്പോൾ നല്ല തണുപ്പൊക്കെ കിട്ടും തലയിൽ. അങ്ങനെ അമ്മൂമ്മ കുറച്ചായിട്ട് ഇങ്ങനെ വെക്കുകയാണ്. അപ്പോൾ ബാക്കി എല്ലാവരും കയ്യിൽ ഓരോ മൈലാഞ്ചി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഇതുപോലെ ഉണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് അമ്മൂമ്മയാണ് പറഞ്ഞത് കേട്ടോ, കഴുകി ഉണക്കി പൊടിച്ച് കഴിഞ്ഞ് എനിക്ക് കൊണ്ടുപോകാമെന്ന് ബാംഗ്ലൂർ പോകുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അത് നല്ലൊരു ഐഡിയ ആണ്. കാരണം നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ വന്ന നല്ലൊരു ട്രീറ്റ്മെൻറ്റ് അങ്ങനെയൊന്നും ചെയ്യാറില്ല. മൈലാഞ്ചി ആകുമ്പോൾ നാച്ചുറലുമാണ്, നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനും കഴുകിക്കളയാനും ഒക്കെ പറ്റുമല്ലോ. അങ്ങനെ ഞാനിങ്ങനെ ആ പ്ലാൻ ഇങ്ങനെ അമ്മേനോട് പറഞ്ഞപ്പോഴാണ് അമ്മ വാസ് ലൈക്ക് ഓക്കെ നമുക്ക് പോകാൻ പറയാം, അവരോട് പറിച്ചു തരാൻ പറയാമെന്നുണ്ട്. അപ്പോൾ അമ്മ ഞാനും ഒരേപോലത്തെ പാറ്റേൺ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അതിനിടയ്ക്ക് ഞാൻ അവിടെ ഉപ്പിലിട്ട മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കഴിക്കാൻ തോന്നി. അങ്ങനെ ഞാൻ അത് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റുള്ള ഒരു ഉപ്പിലിട്ട മാങ്ങ, നല്ല ഉപ്പൊക്കെ പിടിച്ചിട്ടുള്ള ഒരു മാങ്ങയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അച്ഛനോട് പോയി പറഞ്ഞു. അപ്പോൾ അച്ഛനും അപ്പൂപ്പനൊക്കെ പോയി ഇത്രയും മൈലാഞ്ചി പറിച്ചുകൊണ്ട് വന്നു ഗൈസ്. പിന്നെ ഞങ്ങളെല്ലാവരും മൈലാഞ്ചി ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ലീവ്സ്. പിന്നെ അവർ തന്നെ ലീവ്സൊക്കെ മാറ്റുകയാണ്, അമ്മൂമ്മയും അപ്പൂപ്പന്മാരും അച്ഛനും ഒക്കെ കൂടി ഇരുന്നിട്ട് ലീവ്സ് കംപ്ലീറ്റ്ലി മാറ്റുന്നുണ്ട്. കാരണം ഇത് നമുക്ക് ഉണക്കിയിട്ട് പൊടിപ്പിച്ചിട്ട് വേണം നമുക്ക് കൊണ്ടുപോകാനായിട്ട്. എനിക്ക് ബാംഗ്ലൂർ പോകുമ്പോൾ കൊണ്ടുപോകാനാണ്. അപ്പോഴത്തേക്കും കയ്യിലിട്ടിരിക്കുന്ന മൈലാഞ്ചി ഏതാണ്ടൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ടായി. അപ്പോഴേ നമുക്ക് കളറൊക്കെ അറിയാൻ പറ്റും. നല്ല കളറാണ്, എനിക്ക് മൈലാഞ്ചിൻ്റെ കളർ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ മൈലാഞ്ചിയൊക്കെ കഴുകാനുള്ളൊരു ടൈമായപ്പോൾ അതിന് മുമ്പ് എനിക്ക് ഭയങ്കരമായിട്ട് വെള്ളം തയ്ച്ചപ്പോൾ ഞാൻ ഒറ്റ കൈ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ മൈലാഞ്ചി കഴുകാനായിട്ട് പോയി. കഴുകിയപ്പോഴാണ് ഗൈസ് അടിപൊളി കളർ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ആ നാച്ചുറൽ മൈലാഞ്ചിൻ്റെ ആ ഒരു കളറ്. ഞാൻ ലാസ്റ്റ് ഇങ്ങനെ മൈലാഞ്ചി അരച്ചിട്ടിട്ട് ഒരുപാടായിട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുളിച്ച് റെഡിയായി റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ട്രെയിനിൽ കയറി ഞങ്ങൾ തിരിച്ച് ട്രിവാൻഡ്രം ഇന്ന് നൈറ്റ് പോവുകയാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അപ്പം ഞാൻ ആഫ്റ്റർ എ ലോങ് ടൈമാണ് ഫാമിലിയുമായിട്ട് ട്രാവൽ ചെയ്യുന്നത് കേട്ടോ, അതും ട്രെയിനിൽ. കാരണം ഞാൻ എപ്പോഴും ബാംഗ്ലൂർ ഒറ്റയ്ക്കല്ലേ പോയി വരാറ്.
അവരിങ്ങോട്ട് വന്നപ്പോഴും ഞാൻ ഡയറക്റ്റ്ലി ബാംഗ്ലൂരിൽ നിന്നാണ് പോയിട്ടുണ്ടായത്. അപ്പം കുറേ അതും രസമായിരുന്നു. അത് നമ്മൾ മോർണിംഗ് ഒരു 5 തന്നെ കൊച്ചുവേളിയിൽ എത്തിയിട്ടുണ്ടായി. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു മാമനാണ് ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് ഞങ്ങളുടെ കാറിൽ വന്നത്. കാരണം ഞങ്ങൾ അച്ഛനും ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ഓടിക്കാനായിട്ടൊക്കെ. അപ്പോൾ ഈ മൊത്തത്തിലുള്ള ട്രിപ്പും കല്യാണവും ഒക്കെ തന്നെ ഭയങ്കര മെമ്മറബിളായിരുന്നു. ലാസ്റ്റ് ഒരുപാട് നാളിന് ശേഷം ഞങ്ങൾ കസിൻസും റിലേറ്റീവ്സും ഒക്കെ കണ്ടിട്ടുണ്ടായി. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോൾ അമ്മമ്മയൊക്കെ വീട്ടിൽ ഓൾറെഡി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടിപൊളി ചൂട് ദോശയും സാമ്പാറുമാണ് കഴിച്ചത്. നല്ല വിശപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഉറക്കിയൊക്കെ എണീറ്റതിന് ശേഷം കടലപ്പായസം ഉണ്ടായിരുന്നു കേട്ടോ. കടലപ്പായസവും പഴവും പപ്പടവും ഒക്കെ കൂട്ടിയിട്ട് അതും ഒന്ന് കഴിച്ചിട്ടുണ്ടായി. അപ്പോൾ അത്രയൊക്കെ തന്നെ ഈ വീഡിയോ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തൊരു ട്രിപ്പാണ് കേട്ടോ.